സുരേഷ് കുമാർ, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടോ സിറ്റിംഗ് MP ആന്റോ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം? കാരണം മണ്ഡലത്തിൽ തുടർച്ചയായി പ്രതിനിധീകരിക്കുന്ന MP എന്ന നിലയിൽ സ്വാഭാവികമായും ഒരു MP വിരുദ്ധ വികാരം സാധ്യതയുണ്ട്. ആ MP വിരുദ്ധ വികാരത്തെ എങ്ങനെയാണ് ആന്റോ ആന്റണി മറികടക്കാൻ പോകുന്നത്? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ഓണാണ്. അരുണിന്റെ ചോദ്യം ഇവിടുത്തെ പത്തനംതിട്ടയിലെ ജനങ്ങൾ കേട്ടാൽ അവര് ചിരിച്ചു തള്ളും. കാരണം ആന്റോ ആന്റണിക്ക് എതിരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികളാണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി കഴിഞ്ഞ വർഷത്തേതിനെക്കാട്ടിലും ഇരട്ടിയിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവുകയാണ്. വലിയ ഭൂരിപക്ഷം നേടുമെന്ന് മാത്രമല്ല, LDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ അവരിപ്പോൾ അവരുടെ പ്രചരണ രംഗം പോലും എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അവർ പോരാട്ടമൊക്കെ അവസാനം വരെ നടക്കും. പക്ഷേ ആന്റോ ആന്റണിക്ക് ഒരു വെല്ലുവിളി ഉയർത്തുവാൻ ഈ 2 സ്ഥാനാർത്ഥികൾക്കും കഴിയില്ല. ആദ്യഘട്ടത്തിൽ കുറെ പോസ്റ്ററൊക്കെ LDFന്റെ സ്ഥാനാർത്ഥി ഒട്ടിച്ചു. അവിടെ ഇവിടെ കുറെ ചുവരെഴുത്തൊക്കെ നടത്തി. കാരണം അദ്ദേഹത്തെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയില്ല. വന്ന ഈ പ്രദേശങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വരണ്ടേ. അപ്പൊ അതിന് പോസ്റ്റർ ഒട്ടിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയും ചെയ്തിട്ടുണ്ട്. ആന്റോ ആന്റണിയെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടത് ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുകയും ചുവരെഴുത്തും നടത്തുന്നതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം അല്പം താമസിച്ചതുകൊണ്ട് താമസിച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല, പോസ്റ്റർ ഒട്ടിക്കാൻ വൈകിട്ട് DCC പിണങ്ങുന്നതുകൊണ്ടാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ ഏത് DCC പിണങ്ങുന്നത് കേട്ടോ? ഒന്നുമില്ല. DCCയും അങ്ങ് താഴെ തട്ടിലുള്ള ബൂത്ത് ലെവലിൽ വരെയുള്ള പ്രവർത്തകന്മാരും ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിൽ ആന്റോ ആന്റണി ജയിക്കും. ആന്റോ ആന്റണി കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും സീൻ മാറിക്കഴിഞ്ഞു. ആദ്യം ഈ ആളുകളൊക്കെ ചോദിച്ചു, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നതൊക്കെ ചോദിച്ചു. പക്ഷെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി ആയതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടതുകൊണ്ട് അല്പം താമസിച്ചാണ്. AK ആന്റണി തീർച്ചയായിട്ടും വരും. AK ആന്റണി വരുമെന്നല്ല, ആന്റോ ആന്റണി ആന്റോ ആന്റണി ശ്രീ AK ആന്റണിയെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, കോൺഗ്രസ്സുകാരനായിട്ടാണ് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസിന് വേണ്ടി ഞാൻ പ്രചരണത്തിന് വരും, ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചരണം വരും. അദ്ദേഹത്തിന്റെ ആശീർവാദം ഏറ്റുവാങ്ങിയിട്ടാണ് ആന്റോ ആന്റണി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ദോഷമേ അല്ല. അനിൽ ആന്റണി ഒരു സ്ഥാനാർത്ഥിയാണോ? ഞങ്ങൾ വിചാരിച്ചത് ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് PC ജോർജ് വരും, വേറെ ആളുകൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. PC ജോർജ് ആയിരുന്നു കുറച്ചുകൂടി ഭേദം, കരുത്തൻ. PC ജോർജ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബഹളമൊക്കെ ഉണ്ടാക്കി നിന്നേനെയും. ഇതിപ്പോ ഒരു ബഹളം പോലും ഇല്ല, നിശബ്ദമായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ പ്രധാനമന്ത്രി വരും. കഴിഞ്ഞ പ്രാവശ്യം അമിത്ഷാ വന്നില്ലേ? പ്രധാനമന്ത്രി വന്നില്ല, എല്ലായിടത്തും ജയിച്ചോക്കെ. വോട്ട് പിടിച്ചു. എവിടെ? 2,97,000 കഴിഞ്ഞ തവണ വേറെ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു, ശബരിമല വിഷയം, അതുപോലുള്ള ചില വർഗീയമായ വിഷയങ്ങൾ. ആ വിഷയങ്ങൾ ആളി കത്തിച്ചപ്പോൾ കുറെ വോട്ട് കിട്ടി. അതല്ലാതെ അയോധ്യയുണ്ട്, CA വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം കഴിഞ്ഞ തവണയെക്കാട്ടിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്നത്. അപ്പൊ പ്രചരണ രംഗത്ത് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. പ്രചരണ രംഗത്ത് ഞങ്ങൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ ക്യാമ്പ് തന്നെ എന്താണ് ശ്മശാന മുഖമായി ഞങ്ങൾ പറയത്തില്ല. അവർക്ക് പണമുണ്ട്, ബാർ മുതലാളിമാരുണ്ട്, കോറി മുതലാളിമാരുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന് ആണെങ്കിൽ ഇഷ്ടം പോലെ പണം കൊടുക്കാനുണ്ട്. വളരെ സജീവമായിരിക്കും. ബാലൻസ് കിട്ടിയ ഇലക്ട്രൽ ബോണ്ടും ഉണ്ട്. എങ്ങനെ? അല്ല, ബാലൻസ് കിട്ടിയ BJP ഇലക്ട്രൽ ബോണ്ടിൽ BJP കിട്ടിയതുണ്ട്. അത് കിട്ടിയത് കൊണ്ട് അവർ നല്ല പ്രചരണം നടത്തും.